ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ധനുഷിന്റെ 50ാമത്തെ സിനിമയായിട്ടുള്ള രായൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ഞാൻ ഇന്നാണ് പോയി കണ്ടത്. തൃപ്രയാർ JK സിനിമാസിലെ ഫസ്റ്റ് സ്ക്രീനിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെയാണ് പോയി കണ്ടത്. ഒന്നും അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. ആകെ അറിയാവുന്ന ഒരേ ഒരു കാര്യം AR റഹ്മാനാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഇതിലത്തെ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള AR റഹ്മാൻ്റെ കുറേ പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാവാത്ത പോയതിനാൽ ഞാൻ അങ്ങനെ കേൾക്കാൻ നിന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ പേര് എഴുതി കാണിക്കാൻ തുടങ്ങും, അതായത് സൺ പിക്ചേഴ്സ് എന്ന് എഴുതി കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പടത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസ് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ ഒരു സിനിമ. എസ്പെഷ്യലി ധനുഷിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ക്യാരക്ടർ എന്താണ്, ആ ഒരു ക്യാരക്ടറിൻ്റെ അനിയന്മാർ, പെങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഡയറക്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. ക്യാമറ ആംഗിൾ ആണെന്നുണ്ടെങ്കിലും സ്റ്റോറി കഥ പറഞ്ഞു പോകുന്ന രീതിയാണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ആകെ ഒരേ ഒരു ഡ്രോബാക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തുള്ള ചില്ലറ ഒരു ലാഗ് എനിക്ക് അവിടെയും ഇവിടെയും ഫീൽ ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി പടയെന്ന് പറഞ്ഞിട്ടാണ് പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. ഇത് പക്ക ഒരു ഗുണ്ടകളുടെ സ്റ്റോറിയാണ്. ഇതിൽ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് ഉപരി പക്ക ഒരു എന്താ പറയുക ലോക്കൽ ഗുണ്ടകളുടെ കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ലോക്കലായിട്ടാണ് ഈ കഥ പറച്ചിലും നടന്നിട്ടുള്ളത്. കഥ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ ലോക്കലാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ചാണക്യ തന്ത്രങ്ങളൊക്കെ ഉണ്ട്, പോലീസുകാരുടെ ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ. അതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ധനുഷിന്റെ ക്യാരക്ടർ രാവണന്റെ ക്യാരക്ടറായിട്ട് റെഫറൻസ് വെച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും പ്രത്യക്ഷമായിട്ട് തോന്നിയിട്ടുണ്ടാവും. മിക്കവാറും ക്ലൈമാക്സ് പോർഷനോടനുബന്ധിച്ച് രാവണന്റെ 10 തലയായിട്ട് വരുന്ന ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അതിന് മുന്നേ തന്നെ രാവണന്റെ ക്യാരക്ടറിനുള്ള ആ ഒരു പെങ്ങളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സഹോദരന്മാരോടുള്ള സ്നേഹവും കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും രാമായണത്തിൽ രാവണന്റെ കഥയിൽ. ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു ഗുണ്ട ഗ്യാങ്ങിലേക്ക് വെച്ചിട്ട് ധനുഷിന്റെ ക്യാരക്ടറിനെ ഒരു രാവണനായിട്ട് കാണിക്കുന്ന കുറച്ച് റെഫറൻസ് കാര്യങ്ങൾ അധികം ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്, ക്ലൈമാക്സ് പോർഷനിലല്ലാതെ തന്നെ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. കാരണം അത് അത്ര ഗംഭീരമായിട്ട് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അനാവശ്യമായിട്ട് വയലൻസിന് പോവാത്ത ഒരു ക്യാരക്ടറാണ് ധനുഷിൻ്റെ. അത്രയും ഗതികേടുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. അതൊക്കെ പറഞ്ഞിരിക്കുന്ന രീതി നല്ല രസമായിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. അതുപോലെ തന്നെ ഇൻ്റർവെൽ ഫൈറ്റ് സീക്വൻസ് ഗംഭീരമായിട്ടുണ്ട്. ഇൻ്റർവെൽ ഫൈറ്റ് സീക്വൻസ്, ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ എന്തിനാണ് R-rated ആയിട്ടൊരു സംഭവം കൊടുത്തു വെച്ചാൽ എനിക്കിനി മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇൻ്റർവെല്ലിന് ശേഷം ഒരു സീനിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് കാണിക്കുന്നത്, അത് നമ്മളുടെ ധനുഷിൻ്റെ പെങ്ങളുടെ ഒരു ചറപറ ഒരു അടി കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള ആ ഒരു പെങ്ങളുടെ അഭിനയം നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ബ്ലഡ് ബാത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഒരു നോർമൽ ഫൈറ്റ് സീക്വൻസ്, നമ്മൾ നോർമൽ പടങ്ങൾ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ടൊരു R-rated കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നി. അത് കഴിഞ്ഞുള്ള വലിയൊരു പ്ലസ് പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. AR റഹ്മാൻ്റെ ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് ഞാൻ സോങ്ങുകളൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ വന്നിട്ടുള്ള ഒരു ലവ് സോങ് ഉണ്ട് സുദീപിൻ്റെയും അപർണ ബാലമുരളിയുടെ ഒക്കെ. ഞാൻ വണ്ടറടിച്ചു പോയി. സൂപ്പറായിട്ട് കൊറിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ അവരുടെ സ്റ്റെപ്പുകളാണെങ്കിലും ശരി, AR റഹ്മാൻ്റെ ആ ഒരു സ്കോറിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റായ എന്ന് പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ പൊളി സാധനം. പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. അതുപോലെ ലാസ്റ്റ് വരുന്ന ആ ഒരു സമയത്തുള്ള പാട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. സ്കോറിങ് എല്ലാം ഭീകര സാധനങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് AR റഹ്മാൻ്റെ നല്ലൊരു ഒരു ആൽബം കേൾക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു പാട്ടെന്ന് പറയുന്നത് 10 തലയിലെ നീ സിംഗന്ത എന്ന് പറയുന്ന ആ ഒരു പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല നല്ലത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പാടി നടക്കുന്നതായിട്ടുള്ള പാട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു സിനിമയിലെ പാട്ടുകളാണ് എനിക്ക് ഒന്നും കൂടി
നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എന്നിലെ ഒരു പ്രേക്ഷകന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു മ്യൂസിക് എന്ന് പറയുന്നത്. ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നല്ല രസമായിട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ലേ, ധനുഷിൻ്റെ ആക്ഷനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെല്ലിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ ഈ പെങ്ങളായിട്ട് വന്നിട്ടുള്ള ആ ക്യാരക്ടറിൻ്റെ ഒരു ആക്ഷൻ കാണിച്ചിരിക്കുന്നത്. അത് പക്ക പ്രൊഫഷണൽ ആക്ഷനൊന്നും അല്ല, പക്ഷേ ചറപറ ഇടി കുത്ത് ഫൈറ്റൊക്കെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എത്ര പേർക്ക് ഈ ഒരു പടം ദഹിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള അവിടെയും ഇവിടെയും വന്നിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ലാഗുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി എൻഗേജിങ് ആക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടിയും പവറായിട്ട് കയറി കൊളുത്തേണ്ട ഒരു സിനിമയായിട്ടാണ് രായൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കുടുംബസമേതം കാണേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമ. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റാവുന്ന നല്ലൊരു എൻ്റർടൈനർ സിനിമ തന്നെയാണ് രായൻ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നല്ലൊരു തിയേറ്റർ, നല്ല ഡോൾബി അറ്റ്മോസ്ഫിയറിലിരുന്ന് കാണാൻ പറ്റുന്ന ലെവലിലിരുന്ന് ആ ഒരു തരത്തിലുള്ള ഒരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം അടിപൊളി സ്കോറിംഗ് ആണ് A.R. റഹ്മാൻ്റെ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു 50% ഈ പടത്തിനെ എലിവേറ്റ് ചെയ്തിരിക്കുന്നത് A.R. റഹ്മാൻ്റെ സ്കോറിങ്ങും അതുപോലെ തന്നെ ധനുഷിൻ്റെ റൈറ്റിങ്ങും ഡയറക്ഷനുമാണ്. സുദീപിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയുന്ന സമയത്ത് സുദീപിൻ്റെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസാണ് കാളിദാസ് ജയറാമിൻ്റെ. അടിപൊളിയായിട്ട് ചെക്കനെ യൂസ് ചെയ്തിട്ടുണ്ട്, പൊളിച്ചടിക്കുന്നുണ്ട് കാളിദാസ് ജയറാം. അതുപോലെ തന്നെ ധനുഷ് ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെൽവരാഘവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വന്നു പോയ എല്ലാ ക്യാരക്ടറിനും ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു എന്താ പറയുക, പ്രകാശ് രാജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകാശ് രാജിന് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് അഭിനയിച്ച് തകർക്കാൻ പറ്റുന്ന ക്യാരക്ടറൊന്നുമല്ല. പക്ഷെ എന്നാലും കൊടുത്തത് വലിയ ബോറൊന്നും ഇല്ലാതെ, അത് പിന്നെ അറിയാലോ, പ്രകാശ് രാജാണ് ആള്. ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.